നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ഉഴവൂർ ഓർമ്മ. പ്രസംഗവേദികളെ അണമുറിയാത്ത ചിരിക്കളമാക്കിയ NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ വിയോഗത്തിൽ അനുസ്മരിച്ച് നേതാക്കൾ. യാത്രയായത് ഇടതുപക്ഷത്ത് ചാഞ്ചല്യമില്ലാതെ നിന്ന നേതാവെന്ന് മുഖ്യമന്ത്രി പിണറായിയും രാഷ്ട്രീയ സങ്കീർണതകളെ നർമ്മത്തിലൂടെ മറികടന്ന നേതാവെന്ന് രമേശ് ചെന്നിത്തലയും. ഉഴവൂർ വിജയൻ ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാവെന്ന് MM ഹസൻ. എതിരാളിയുടെ മർമ്മം തൊടുന്ന നർമ്മത്തിന്റെ കരുത്തിൽ ഇടതുമുന്നണിയുടെ ജനപ്രിയ മുഖമായ ഉഴവൂരിന്റെ വിയോഗം രാവിലെ 7 മണിയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 60-ാം വയസ്സിൽ. വൈകിട്ട് 4 വരെ കോട്ടയം തിരുനക്കര മൈതാനത്ത് പൊതുദർശനം. ഭൗതികദേഹം നാളെ ഉച്ചയ്ക്ക് 12-ന് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ഉഴവൂരിനെ എന്നും ജനകീയനാക്കിയത് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായ ചിരിമുനകൾ. KSUവിലൂടെ പൊതുരംഗത്തെത്തുകയും കോൺഗ്രസിലൂടെ രാഷ്ട്രീയ വളർച്ച നേടുകയും ചെയ്ത വിജയൻ NCPയിലെത്തിയത് കോൺഗ്രസ് എസിലൂടെ. NCP തൊഴിലാളി വിഭാഗമായ INLCയുടെ അധ്യക്ഷ പദവി ഉൾപ്പെടെ നിരവധി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. 2001-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലാ മണ്ഡലത്തിൽ KM മാണിക്കെതിരെ NCP ടിക്കറ്റിൽ മത്സരിച്ചു പരാജയപ്പെട്ട ഉഴവൂർ വിജയൻ പിന്നീട് ശ്രദ്ധ പതിപ്പിച്ചത് സംഘടനാ പ്രവർത്തനങ്ങളിൽ. NCP തൊഴിലാളി വിഭാഗമായ INLCയുടെ അധ്യക്ഷ പദവി ഉൾപ്പെടെ നിരവധി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. രാജിവേണ്ട, മാറ്റി നിർത്തി. പീഡനക്കേസിൽ അറസ്റ്റിലായ കോവളം MLA M വിൻസെന്റിനെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി KPCC. നടപടി ഉന്നത ജനാധിപത്യ മര്യാദ പാലിച്ച് കോടതി കുറ്റവിമുക്തനെന്ന് വിധിക്കും വരെ. വിൻസെന്റ് MLA സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടതില്ലെന്ന് MM ഹസൻ. വിൻസെന്റിന്റെ അറസ്റ്റ് ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗം. ഇതിനു പിന്നിൽ നെയ്യാറ്റിൻകര MLAയും CPM നേതാക്കളും. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നും MM ഹസൻ. വിൻസെന്റിന്റെ രാജി ആവശ്യപ്പെട്ട് വനിതാ നേതാക്കൾ മുറവിളി കൂട്ടുന്നതിനിടയിലെ പാർട്ടി നടപടി കോൺഗ്രസിൽ പുതിയ വിഭാഗീയതയ്ക്ക് വഴിവെക്കുമെന്ന് സൂചന. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം M വിൻസെന്റ് MLA പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട്. നെയ്യാറ്റിൻകര കോടതി 14 ദിവസം റിമാൻഡിൽ അയച്ച MLA ഇപ്പോൾ നെയ്യാറ്റിൻകര സബ് ജയിലിൽ. കേസ് രാഷ്ട്രീയ പ്രേരിതം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി M വിൻസെന്റ്. കോഴയുടെ വഴിതിരിഞ്ഞ്. BJPയെ കുരുക്കിയ മെഡിക്കൽ കോഴ വിവാദത്തിൽ അന്വേഷണം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് വിട്ട് സംസ്ഥാന ഘടകം. അന്വേഷണവും നടപടിയും ഏതു വിധത്തിൽ വേണമെന്ന കാര്യം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിനിടെ മെഡിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം CBI അന്വേഷിക്കുമെന്നും റിപ്പോർട്ട്. ഡൽഹിയിൽ BJP നേതാക്കളുടെ ഏജന്റായി ചമഞ്ഞ സതീഷ് നായരെ കേന്ദ്രീകരിച്ച് ഇന്റലിജൻസ് അന്വേഷണം. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ ഇയാൾ നേരത്തെയും പാർട്ടിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി സംശയം. രാജ്യതലസ്ഥാനത്ത് ഗാസിയാബാദ് ഉൾപ്പെടെ പലയിടത്തും സതീഷ് നായർക്ക് വീടുള്ളതായും വിവരം. കോഴ വിവാദം പാർട്ടിക്ക് ദേശീയ തലത്തിൽ നാണക്കേട് വരുത്തിയ സാഹചര്യത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര നേതൃത്വം. സംസ്ഥാന നേതാക്കളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും പ്രത്യേക ഉപസമിതിക്ക് തീരുമാനം. സമിതിയുടെ നേതൃത്വം ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർ റാവുവിനും രാജ്യസഭാംഗമായ ഭൂപേന്ദർ റാവുവിനും. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30-ന്. നമസ്കാരം.